ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കാസർഗോഡ് മകന്റെ അടിയേറ്റ് അച്ഛൻ മരിച്ചിരിക്കുന്നു എന്ന വാർത്തയിലേക്കാണ് പോകുന്നത്. ബേക്കൽ പള്ളിക്കരയിലാണ് സംഭവം. പള്ളിക്കര സ്വദേശി അപ്പക്കുഞ്ഞിയാണ് മരിച്ചത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ജോസഫ് അഗസ്റ്റിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോസഫ്, ഇതെപ്പോഴാണ് ഈ കൊലപാതകം നടന്നത്? കൊലപാതകത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ? ശ്രുതി, വൈകിട്ട് 7 മണിയോടെയാണ് ഈ ദാരുണമായ കൊലപാതകം നടന്നത്. ബേക്കൽ പള്ളിക്കര ആഞ്ജനേയ തിയേറ്ററിന് സമീപം താമസിക്കുന്ന അപ്പുക്കുഞ്ഞിയാണ് മരിച്ചത്. ഇയാളുടെ മൂത്ത മകനായ പ്രമോദ് മദ്യപിച്ചെത്തി ഇരുമ്പ് വടി കൊണ്ട് പിതാവിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് എങ്ങനെയാണ്, വളരെ കുറച്ചു കാലങ്ങളായി മകൻ മദ്യപിച്ചെത്തുന്നതും ശല്യപ്പെടുത്തുന്നതും മർദ്ദിക്കുന്നതും പതിവായതോടെ പിതാവ് ബേക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. ഈ പരാതി നൽകിയ സാഹചര്യമാണ് മകനെ പ്രകോപിപ്പിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയും ഇത്തരത്തിൽ മകൻ പിതാവിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെതിരെ ഇയാൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പോലീസിൽ പരാതി നൽകിയതാണ് മകനെ പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് കേസെടുത്ത് പ്രതി ചേർത്തു. ഇതാണ് ഈ മകനെ പ്രകോപിപ്പിച്ചത്. അതൊക്കെയായാലും ഇരുമ്പ് തണ്ടുകൊണ്ട് അടിച്ച് ആണ് ഈ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത്. ഇയാളെ ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ഇയാളുടെ മൂത്ത മകനായിട്ടുള്ള പ്രമോദിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശ്രുതി, ജോസഫ്, ഈ പരാതി നൽകിയിട്ടും പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയോ ഈ മകനെ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ശ്രുതി, ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇദ്ദേഹത്തിനെതിരെ ഈ ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ പോലീസിനൊരു സമയം കിട്ടിയിട്ടുണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ പോലീസ് ഇദ്ദേഹത്തെ വിളിച്ച് വരുത്തി താക്കീത് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതൊക്കെയാൽ ഈ സംഭവത്തിൽ ഈ പിതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്ത് മകനെ പ്രതിയാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ഇപ്പോൾ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രുതി, ജോസഫ്, അതുപോലെ തന്നെ ഈ അച്ഛന് എത്ര പ്രായം വരും? അതുപോലെ തന്നെ മകനും എത്ര പ്രായം വരും? എന്ത് ജോലിയാണ് ഈ മകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുപോലെ തന്നെ ഈ ആക്രമണം നടക്കുമ്പോൾ ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലേ? ശ്രുതി, ഈ അപ്പുക്കുഞ്ഞിക്ക് 65 വയസ്സാണ് പ്രായം. മകൻ വളരെ ചെറുപ്പക്കാരനാണ്, 37 വയസ്സ് മാത്രമാണ് പ്രായം. ഇവരുടെ ജോലി എന്ത് ആണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വിവരം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ സമയം അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അവർ ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് നമ്മൾക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ശ്രുതി, ഈ ആക്രമണം എന്തുകൊണ്ടായിരുന്നു ആക്രമണം? ഈ ഇരുമ്പ് വടി കൊണ്ട് അടിയേറ്റു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെ, ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിച്ചതാണ്. തലയ്ക്ക് ഏറ്റ മാരകമായ ക്ഷതമാണ് ഈ മരണത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം പറയുന്നത്. ഈ വീണ്ടും അദ്ദേഹത്തെ മർദ്ദിക്കുകയുണ്ടായി. ഇതിനു മുമ്പും ഇത്തരത്തിൽ ഇദ്ദേഹം ഒരു പൊതുശല്യമായി വീട്ടിൽ എത്തി ബഹളമുണ്ടാക്കുകയും വീട്ടുകാർക്ക് ശല്യമുണ്ടാക്കുന്നതും പതിവായതോടെയാണ് ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുമായി പിതാവ് മുന്നോട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് മകൻ ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത്. ശ്രുതി, വ്യക്തമാണ്. കാസർഗോഡാണ് ഇങ്ങനെയൊരു ദാരുണമായ കൊലപാതകം നടന്നിരിക്കുന്നത്. ബേക്കൽ പള്ളിക്കരയിൽ മകന്റെ അടിയേറ്റ് പിതാവ് മരിച്ചിരിക്കുന്നു. പള്ളിക്കര സ്വദേശി അപ്പക്കുഞ്ഞിയാണ് മരിച്ചത്. നിരന്തരം ഈ അച്ഛനെ മകൻ ഉപദ്രവിക്കുകയുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മകൻ പ്രമോദ് ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ അച്ഛൻ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെയൊരു കൊലപാതകവും നടന്നിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്.